Question number 1. Rules for payment of annual grant to libraries is dealt in Art Kerala Financial Code. ഗ്രന്ഥശാലകളുടെ വാർഷിക ഗ്രാൻഡ് നൽകുന്നതിനുള്ള ചട്ടങ്ങൾ കേരള ഫിനാൻഷ്യൽ കോഡ് ഡാഷ് പ്രകാരമാണ്. ആൻസർ ആർട്ട് 215A ആണ് ആൻസർ. ഗ്രന്ഥശാലകളുടെ വാർഷിക ഗ്രാൻഡ് നൽകുന്നതിനുള്ള ചട്ടങ്ങൾ 215A എന്ന് മനസ്സിലാക്കുക. Question number 2. The competent authority to sanction tour TA advance to a non-gazetted officer. ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരന് മുൻകൂർ യാത്രാപ്പടി അനുവദിക്കുന്ന അധികാരി ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ഹെഡ് ഓഫ് ഓഫീസ് അഥവാ ഓഫീസ് മേധാവിയാണ് ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരന് മുൻകൂർ യാത്രാപ്പടി അനുവദിക്കുന്നത്. Question number 3. An accountant corrected an entry in a cash book by overwriting. ക്യാഷ് ബുക്കിലെ രേഖപ്പെടുത്തൽ പുറത്തെഴുത്ത് നടത്തി ഒരു അക്കൗണ്ടൻറ്റ് തിരുത്തി. എന്നാൽ എന്ത് നടപടിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആൻസർ എന്താണ്? ഇറഗുലർ അണ്ടർ ഓൾ മീൻസ്. ഒരു വിധത്തിലും ക്രമപ്രകാരമായ നടപടിയല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question number 4. If the expenditure under a head of account is likely to exceed appropriation, the accountant general will issue. ഒരു ശീർഷകത്തിലെ ചെലവനുവാദ തുക ഒരു പരിധി കടക്കുമെന്ന് കണ്ടാൽ അക്കൗണ്ടൻറ്റ് ജനറൽ ഡാഷ് പുറപ്പെടുവിക്കുന്നതാണ്. ആൻസർ എന്താണ്? വാർണിംഗ് സ്ലിപ്പ് എന്നാണ് അതിൻ്റെ ആൻസർ. Question number 5. Which department is competent to settle right contract for supply of store? റൈറ്റ് കോൺട്രാക്റ്റ് നടപടി സ്വീകരിക്കാൻ അധികാരമുള്ള വകുപ്പ് ഏതാണ്? ആൻസർ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് റൈറ്റ് കോൺട്രാക്റ്റ് നടപടി സ്വീകരിക്കാൻ അധികാരമുള്ള വകുപ്പ്. Question number 6. The term overcharge is defined in Art Kerala Financial Code. എന്താണ്? ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കോഡിൻ്റെ ഏത് ആർട്ടിക്കിളിലാണ് ഓവർ ചാർജ് നിർവചിച്ചിരിക്കുന്നത്? ആർട്ട് 60 ഓവർ ചാർജിനെ കുറിച്ച് നിർവചിച്ചിരിക്കുന്നത്. Question number 7. General principles of expenditure is defined Art Kerala Financial Code. ഫണ്ട് ചെലവഴിക്കലിൻ്റെ പൊതുതത്വങ്ങൾ നിർവചിച്ചിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ഫണ്ട് ചെലവഴിക്കലിൻ്റെ പൊതുതത്വങ്ങൾ നിർവചിച്ചിരിക്കുന്നത് 40 ആർട്ട് 40A പ്രതിപാദിച്ചിരിക്കുന്നത്. Principles of expenditure, general principles of expenditure. Okay. Question number 8. The expenditure subject to the vote of legislature is called. നിയമസഭയുടെ വോട്ടിലൂടെ അനുവദിക്കുന്ന ധനവിനിയോഗം ഏതാണ്? ആൻസർ വോട്ടഡ് എക്സ്പെൻഡിച്ചർ അഥവാ വോട്ട് ചെയ്ത ചെലവുകൾ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question number 9. The liability register is maintained in form dash Kerala KBM Kerala Budget Manual. ബജറ്റ് മാനുവലിലെ ഏത് ഫോറം പ്രകാരമാണ് ബാധ്യത രജിസ്റ്റർ സൂക്ഷിക്കുന്നത്? 13ാമത്തെ
ഫോറം 13 പ്രകാരമാണ് ബജറ്റ് മാനുവലിലെ ബാധ്യതാ രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. Question number 10. The form of application sanction for reappropriation of funds is maintained in form Kerala Budget Manual. ബജറ്റ് മാനുവലിലെ ഏത് ഫോറത്തിലാണ് ഫണ്ടുകളുടെ റീ അപ്രോപ്രിയേഷൻ, അനുവാദം, അപേക്ഷാ വിവരങ്ങൾ സൂക്ഷിക്കേണ്ടത്? ഏതാണ്? 22-ാം ഫോറത്തിലാണ് ബജറ്റ് മാനുവലിലെ ഫണ്ടുകളുടെ റീ അപ്രോപ്രിയേഷൻ അനുവാദം അല്ലെങ്കിൽ അപേക്ഷാ വിവരങ്ങൾ സൂക്ഷിക്കേണ്ടത്. Question number 11. The statement of allowance is maintained in form Kerala Budget Manual. സ്ഥിരം അലവൻസുകളുടെ പത്രിക സൂക്ഷിക്കുന്നത് ഏത് ഫോറത്തിലാണ്? ഏതാണ്? ഫോറം നമ്പർ 6-ലാണ് സ്ഥിര അലവൻസുകളുടെ പത്രിക സൂക്ഷിക്കുന്നത്. Question number 12. The progressive statement of expenditure for a month is maintained from Kerala Budget Manual. ബജറ്റ് മാനുവലിലെ ഏത് ഫോറത്തിലാണ് ചെലവിനങ്ങളുടെ പ്രോഗ്രസീവ് പത്രിക സൂക്ഷിക്കുന്നത്? ഫോറം നമ്പർ 16-ലാണ് ബജറ്റ് മാനുവലിലെ ചെലവിനങ്ങളുടെ പ്രോഗ്രസീവ് പത്രിക സൂക്ഷിക്കുന്നത്. Question number 13. The item of expenditure charged on the consolidated fund of the state is explained in. സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവിനങ്ങളെ വിശദമാക്കുന്നത് ബജറ്റ് മാനുവലിലെ ഏത് അനുബന്ധത്തിലാണ്? ആൻസർ അപ്പൻഡിക്സ് 4 കേരള ബഡ്ജറ്റ് മാനുവൽ അനുബന്ധം 4-ലാണ് സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവിനങ്ങളെ വിശദമാക്കുന്നത്. Question number 14. In budget manual, which para dealt with the committee on public undertaking? പൊതുമേഖലാ സ്ഥാപനങ്ങളെ പരിശോധിക്കുന്ന കമ്മിറ്റി ബജറ്റ് മാനുവലിലെ ഏത് ഖണ്ഡിക പ്രകാരമാണ് രൂപീകരിക്കുന്നത്? പാര 111 അഥവാ 111-ാം പാര പ്രകാരമാണ് എന്ന് മനസ്സിലാക്കുക. Question number 15. The function of the committee on estimate is explained in para Kerala Budget Manual. എന്താണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം വ്യക്തമാക്കുന്നത് ബജറ്റ് മാനുവലിലെ ഏത് ഖണ്ഡികയിലാണ്? ആൻസർ പാര 109 പ്രകാരമാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം വ്യക്തമാക്കുന്നത്. Question number 16. Detailed head of account is defined in para dash Kerala Budget Manual. ബജറ്റ് മാനുവലിലെ ഏത് ഖണ്ഡികയിലാണ് കണക്ക് അല്ലെങ്കിൽ കണക്ക് ശീർഷങ്ങളെ പ്രതിപാദിക്കുന്നത്? ആൻസർ എന്താണ്? 11-ാം ഖണ്ഡികയിലാണ് കണക്ക് ശീർഷങ്ങളെ പ്രതിപാദിക്കുന്നത്. Question number 17 അല്ലെങ്കിൽ 17. Which is the register maintained by all officers maintaining government vehicle? സർക്കാർ വാഹനം സൂക്ഷിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും പരിപാലിക്കേണ്ട രജിസ്റ്റർ ഏതാണ്? ആൻസർ ലോഗ് ബുക്കാണ്. ഒരു സർക്കാർ വാഹനം സൂക്ഷിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും പരിപാലിക്കേണ്ട രജിസ്റ്റർ. Question number 18. The contribution to Devasam Fund is mentioned
ഇൻ ആർട്ട് ഡാഷ് കേരള ഫിനാൻഷ്യൽ കോഡ്. ഫിനാൻഷ്യൽ കോഡിൻ്റെ ഏത് വ്യവസ്ഥയിലാണ് ദേവസ്വം ധനസഹായത്തെ പരാമർശിക്കുന്നത്? ആർട്ട് 229 ആർട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 229 ഫിനാൻഷ്യൽ കോഡിൽ ദേവസ്വ ധനസഹായത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. Question number 19. The procedure for ex gratia payment to government servants sustaining injuries while on duty is explained in Article Kerala Financial Code. ഡ്യൂട്ടി സമയത്ത് അപകടത്തിനിരയാകുന്ന ജീവനക്കാർക്ക് എക്സ്ഗ്രേഷ്യ അനുവദിക്കുന്നതിനുള്ള നടപടിക്രമം വ്യക്തമാക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോഡിൽ ഏത് വ്യവസ്ഥയിലാണ് എന്നുള്ളത് നോക്കുക. ഏതാണ്? ആർട്ടിക്കിൾ 231 ആർട്ടിക്കിൾ 231(b)യിലാണ് ഡ്യൂട്ടി സമയത്ത് അപകടത്തിനിരയാകുന്ന ജീവനക്കാർക്ക് എക്സ്ഗ്രേഷ്യ അനുവദിക്കുന്നതിനുള്ള നടപടിക്രമം വ്യക്തമാക്കുന്നത്. Question number 20. Restrictions on expenditure on inaugural ceremonies are explained in Art Kerala Financial Code. ഉദ്ഘാടന ആഘോഷങ്ങളിലെ ചെലവുകളെ നിയന്ത്രിക്കുന്നത് ഫിനാൻഷ്യൽ കോഡിൻ്റെ ഏത് വ്യവസ്ഥയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 221 ആർട്ടിക്കിൾ 221 ഉദ്ഘാടന ആഘോഷങ്ങളിലെ ചെലവുകളെ നിയന്ത്രിക്കുന്ന ഫിനാൻഷ്യൽ കോഡിൻ്റെ വ്യവസ്ഥ പ്രതിപാദിച്ചിരിക്കുന്നത്. Question number 21. In respect of local fund deposit, government function as a local fund depositനെ സംബന്ധിച്ച് സർക്കാർ എന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ബാങ്കറാണ്. ആൻസർ ബാങ്കർ. ക്വസ്റ്റ്യൻ എന്നോട് പറയാം. ഇൻ റെസ്പെക്റ്റ് ഓഫ് ലോക്കൽ ഫണ്ട് ഡെപ്പോസിറ്റ് ഗവൺമെൻറ് ഫങ്ഷൻ ആസ് എ ബാങ്കർ. Question number 22. Under the term works, what does original work includes? മരാമത്ത് പണി എന്നതിൽ അസൽ നിർമ്മാണം ഏത് വിഭാഗത്തിൽ പെടുന്നു? Under the terms works, what does original work includes? Answer new construction അഥവാ പുതിയ നിർമ്മാണമാണ് ആൻസർ. Question number 23. Salary of speaker is a ഡാഷ് എക്സ്പെൻഡിച്ചർ. സ്പീക്കറുടെ ശമ്പളം ഡാഷ് ചെലവ് വിഭാഗത്തിൽ പെടുന്നു. ഏതായിട്ടാണ് പറയുന്നത്? ആൻസർ ചാർജ്ഡ് ചെലവ് വിഭാഗത്തിലാണ് സ്പീക്കറുടെ ശമ്പളം ഉപയോഗിക്കുന്നത്. Question number 24. Subhead is head immediately subordinate to. സബ് ഹെഡ് എന്നത് ഡാഷ് വിഭാഗം കണക്ക് ശീർഷകത്തിൻ്റെ തൊട്ടടുത്തുള്ള ഉൾപ്പിരിവാണ്. എന്താണ് ഉൾപ്പിരിവ് എന്നൊക്കെ പറയുന്നത്? ഓപ്ഷൻ ഡി എന്താണ് ആൻസർ? മൈനർ ശീർഷകം എന്നാണ് പറയുന്നത്. സബ് ഹെഡ് ഈസ് എ ഹെഡ് ഇമ്മീഡിയറ്റ്ലി സബോർഡിനേറ്റ് ടു. ആൻസർ മൈനർ ഹെഡ്. Question number 25. Who is custodian of electrical installation in a government building? സർക്കാർ കെട്ടിടങ്ങളുടെ ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ സൂക്ഷിപ്പുകാരനാരാണ്? ഹെഡ് ഓഫ് ഓഫീസ് ഓക്യുപ്പയിങ് ദ ബിൽഡിംഗ്. കെട്ടിടം ഉപയോഗിക്കുന്ന ഓഫീസ് മേധാവിയാണ് സർക്കാർ കെട്ടിടങ്ങളുടെ ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ സൂക്ഷിപ്പുകാരൻ.